بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس يا فتاة هذه النساء الذي يعمل ويقوم إذا لا إله إلا النبي المصطفى محمد بن إبراهيم اللهم اغفرنا من ഏറെ അഭിമാനവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ഈ മഹല്ല് നിവാസികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മദ്രസയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയൊരു അന്തരീക്ഷത്തിൽ മദ്രസ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്നിവിടെ കുറിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മദ്രസ കെട്ടിടം ഇവിടെ വരുന്നതിന് മുന്നേ നേരത്തെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പഴയൊരു മദ്രസ കെട്ടിടം ഉണ്ടായിരുന്നു. ആ മദ്രസയിൽ പഠിച്ച ആളുകളാണ് ഇവിടെയുള്ള മുതിർന്ന ആളുകളൊക്കെ. ഏകദേശം പുതിയ തലമുറയിൽ 1987 ശേഷം 80കളുടെ ശേഷം ആണ് ഈ മദ്രസയുടെ പ്രവർത്തനവും അതുപോലെ മറ്റു കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ മദ്രസയുടെ പ്രവർത്തനം അന്ന് നിർമ്മാണ ഘട്ടങ്ങളിൽ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലെ മദ്രസകൾക്ക് മാതൃകയോടമാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ക്ലാസ് റൂമുകൾ, ഇതിൻ്റെ ഭൗതിക സംവിധാനങ്ങൾ പരിശോധിക്കുന്ന നമുക്കറിയാം, 80കളിൽ നമ്മൾ ആരംഭിച്ച ഈ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഇതുവരെ ഒരു മാറ്റവും വരുത്തേണ്ടി വന്നിട്ടില്ല. വിദ്യാഭ്യാസ ചട്ടം അനുവദിക്കുന്ന രീതിയിലുള്ള ക്ലാസ് റൂമുകളും സംവിധാനങ്ങളുമാണ് നമ്മൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ അന്നുള്ള പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ, അതുപോലെ ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ദീർഘദൃഷ്ടിയുടെ ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു കെട്ടിടം നമ്മൾ അന്ന് തന്നെ ഇവിടെ സാക്ഷാത്കരിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് 86-87 നമ്മൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആദ്യമായാണ് ഒരു നവീകരണ പ്രവർത്തനം നാം സംഘടിപ്പിച്ചത്. അത് വളരെ അത്യാവശ്യം തന്നെയായിരുന്നു. ആ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാന്യരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ആ റമദാനിൻ്റെ തൊട്ട് മുമ്പ് ചേർന്ന ഒരു കമ്മിറ്റിയിൽ ഇങ്ങനെയൊരു ആവശ്യം
കമ്മിറ്റിയിൽ നിർദ്ദേശം വന്നപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ ഈ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസം മദ്രസ തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രവൃത്തി തീർക്കാനുള്ള തീവ്ര ശ്രമവും അതുപോലെ തന്നെ സാമ്പത്തിക സംഭരണവും നടത്തിയത്. ദീനീ സേവനം എന്നത് മതപഠനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലയിലും ദീനിനു വേണ്ടി അവനവരുടെ കഴിവുകൾ നിർവഹിക്കുക എന്നത് ദീനീ സേവനമാണ്. ശക്തമായ ദീനീ സേവനമാണ്. ആത്മാർത്ഥതയോടുകൂടെ കൂടെയായാൽ നാളെ പരലോകത്ത് ദുനിയാവിലും ഏറ്റവും ഉപകാരപ്രദവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും, ജീവിതമാർഗങ്ങളും, സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ എല്ലാ കാര്യങ്ങളിലും വിജയത്തിൻ്റെ നിധാനമാണ് ദീൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ടും പരലോകത്തേക്ക് നമ്മുടെ വിജയത്തിനുള്ള ഏകമാർഗമായതുകൊണ്ടും എല്ലാവരും അതിൽ വേണ്ടതുപോലെ ഉത്സാഹിക്കണം, പ്രവർത്തിക്കണം, സഹകരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് കാണാം, ഇൽമുള്ളവൻ അറിവ് കൊണ്ടും അറിവുള്ളവൻ അറിവ് കൊണ്ടും സാമ്പത്തികമായ ശേഷിയുള്ളവൻ അവന്റെ സാമ്പത്തികമായ ശേഷി കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യമുള്ളവൻ ആരോഗ്യം കൊണ്ടും എല്ലാ നിലക്കും ദീനീ സേവനം ചെയ്യേണ്ടതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് കാണാം. അതെല്ലാം പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയവരാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റിയും നമ്മുടെ നേതൃത്വം. അതിലേറെ വേണ്ടതുപോലെ സാമ്പത്തികമായി സഹായം നൽകിയവരാണ് നമ്മുടെ നാട്ടുകാർ മുഴുവനും. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളും നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങളും വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥികളും വേണ്ടതുപോലെ സഹകരിച്ചപ്പോൾ വളരെ നിമിഷം നേരം കൊണ്ട് ഇത്രയും വലിയൊരു പദ്ധതിക്ക് വിരാമം കുറിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ട സമയമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഈ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും എല്ലാം ഖിയാമത്ത് നാൾ വരെ നാട്ടിലും നാട്ടുകാരിലും നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. സംസ്കൃത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് 1 മുതൽ 4 വരെ ഉള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 4 വരെ ക്ലാസ്സുകളിൽ QR കോഡ് ഉപയോഗിച്ച് ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടി പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നു എന്ന മുന്നറിയിപ്പുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സാഹചര്യത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മിറ്റി അതേക്കുറിച്ച് ആലോചിക്കുകയും പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു വലിയ സംരംഭത്തിന് ഏതാണ്ട് തുടക്കം കുറിച്ച ഒരു സമയത്താണ് ഈ ഒരു വലിയ ആവശ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ അനിവാര്യമായ ഒരാവശ്യമാണ്, കാലോചിതമായ ഒരാവശ്യമാണ് എന്ന് തിരിച്ചറിവിൽ നിന്ന് നമുക്കറിയാം. കഴിഞ്ഞ നബിദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വലിയൊരു പദ്ധതി നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് അതും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള നല്ല സഹകരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതും പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ ഗ്രൗണ്ട് ഇന്റർലോക്കിന്റെ കാര്യം, അതോടൊപ്പം
ഗ്രൗണ്ട് ഷീറ്റ് വർക്കിന്റെ കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു വർക്ക് എന്നുള്ള നിലയിൽ ഈ നമ്മുടെ മദ്രസയുടെ ഈ ഒരു വർക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ കമ്മിറ്റി അത് ആ ആശയം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് സമർപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ആ സമർപ്പണം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഇന്ന് ഈ രൂപത്തിൽ നമ്മുടെ മദ്രസ 4 ക്ലാസ് ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് ക്ലാസ് രൂപമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു പാർട്ടീഷന്റെ ചെറിയ പണികൂടി ബാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇത് പൂർത്തിയായി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അസൗകര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളി മുറ്റത്ത് വെച്ച് ഏതാണ്ട് ഒരു മാസത്തോളം ക്ലാസ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഈ ഒരു നല്ല സൗകര്യത്തിന് വേണ്ടിയുള്ള ആ അസൗകര്യങ്ങളെ നമുക്ക് വിസ്മരിക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു നല്ല ഒരു സൽക്കർമ്മമായി നമുക്ക് അള്ളാഹു തആല ഇത് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർ, ഈ പള്ളിയുടെ ചുറ്റുഭാഗം അന്തരീക്ഷം കൊള്ളുന്നത് എല്ലാവർക്കും അള്ളാഹു തആല പൊറുത്തു വരട്ടെ. അവരെയും നമ്മയും ഒക്കെ അള്ളാഹു തആല അവന്റെ സ്വർഗ്ഗലോകത്തെ ഒന്നിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് വിഷയങ്ങൾ, സ്വാഗത പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, പിന്നെ ഇബ്രാഹിം മാസ്റ്റർ പ്രസംഗം, ഇതിലെല്ലാം നമുക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ, ഉദ്ബോധനങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ മദ്രസ എല്ലാ നിലയിലും ഇവിടെ നവീകരിക്കപ്പെട്ട് ക്ലാസുകളെല്ലാം കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ട് വളരെ നല്ല ഒരു തുടക്കത്തിനാണ് ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതുപോലെ അതിനനുസരിച്ച് നമ്മുടെ മദ്രസയിൽ വന്ന ഈ ഭൗതികമായ ഈ സാഹചര്യങ്ങളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് മറ്റുള്ളതായ മാറ്റങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഇവിടെയുള്ള പ്രസംഗങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിനനുസരിച്ച് ഉസ്താദുമാർ മാറണം, വിദ്യാർത്ഥികൾ മാറണം, രക്ഷിതാക്കൾ മാറണം, ക്ലാസുകൾ മാറണം, പഠന നിലവാരം മെച്ചപ്പെടണം എന്നുള്ളതായ അഭിപ്രായങ്ങളാണ് നമുക്ക് എല്ലാവർക്കും പ്രകടിപ്പിക്കാനുള്ളത്. ഒന്നാമതായി ഉസ്താദുമാരെ അതിനുള്ളതായ മാറ്റങ്ങൾ, അതിനുവേണ്ട മാറ്റങ്ങൾ, അതിൻ്റെതായ വർക്ക്ഷോപ്പുകളും അതുപോലെ ശില്പശാലകളുമൊക്കെ റേഞ്ച് തലങ്ങളിൽ വളരെ സജീവമായി നടക്കുകയുണ്ടായി. നമ്മൾ അങ്ങനെ ഉസ്താദ് മാറിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ ഉസ്താദുമാർ മാറിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളും അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ക്ലാസുകളാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടി, പുതിയ നോട്ട് ബുക്കുകൾ കിട്ടി, അതിനനുസരിച്ച് മറ്റ് പഠനോപകരണങ്ങൾ കിട്ടി. പക്ഷേ അതെല്ലാം വേണ്ടതുപോലെ സമയോചിതമായി ഉപയോഗിക്കുമ്പോഴാകുന്നു നമുക്ക് ആ മാറ്റങ്ങൾ പ്രകടമാവുക. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ രക്ഷിതാക്കളിൽ വരേണ്ടതായ മാറ്റങ്ങൾ അവരും മാറിക്കൊണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാഹ്. അവർ ക്ലാസുകളൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. 1ാം ക്ലാസ് അവർ വളരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, 2ാം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, 3ാം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമുള്ളതാണ് പ്രാഥമികമായ ക്ലാസ്സുകളൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് രക്ഷിതാക്കൾ വീടുകളിൽ നിന്ന് വളരെ നന്നായി ശ്രദ്ധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അറിയുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ അങ്ങോട്ട് മുകളിലോട്ട് പോയാൽ 4, 5, 6 അങ്ങനെ 8, 9, 10 പ്ലസ് 2 വരെ അതെല്ലാം നമ്മുടെ മദ്രസ ക്ലാസ്സാണ്. നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ മക്കളാണ്. അവരുടെ എല്ലാവരുടെയും പഠന നിലവാരം നാം അറിയേണ്ടതുണ്ട്, രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കൂടുതലും പേരും സ്വാധീനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അവസരക്കും അർഹമത്തും നൽകട്ടെ. തീർച്ചയായും നമ്മുടെ പള്ളിയുടെ മൈതാനിയിൽ മുന്നോട്ട് നടത്തുന്നത് അവരുടെ അള്ളാഹു സ്വർഗ്ഗപൂർവ്വമാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം നിലകൊള്ളുന്നത്. മതപരമായ എന്ത് പ്രൊജക്റ്റ് നല്ലവരായി നാട്ടുകാരുടെ മുമ്പിൽ സമർപ്പിച്ചാലും ഇരു കൈയും നീട്ടി സർവാത്മന അത് സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി എപ്പോഴും സന്നദ്ധരായവരാണ് നാട്ടുകാർ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നമുക്കറിയാം, കുറഞ്ഞ കാലയളവിനുള്ളിൽ മദ്രസയുടെ വിപുലീകരണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി, മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ എല്ലാവർക്കും ഉണ്ടാവും. ഇരു വീട്ടിലും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്
നമുക്കറിയാം അറിവ് എന്നുള്ളത് ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഫൈനൽ ഇസ്തിറാല ബിൽ ഇൽമി ഔലാമ ഉൻഫിഖത്ത് ഫീഹി നഫായിസുൽ അഫ്കാർ വഅഅമു ത്വആത്ത് വഅദല്ലുൽ ഖുറബി. ഇബാദത്തുകളിൽ വെച്ച്, ആരാധനകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അറിവുമായി നമ്മുടെ സമയത്തിൽ നാം വ്യാപൃതരാകുക എന്നുള്ളത്. 2024 ജൂൺ 26 സമസ്ത സ്ഥാപക ദിനത്തിൽ നിന്ന് ഇവർ കുറച്ച് പരിപാടികൾ നൽകിയിരുന്നു. അതിൻ്റെ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇവിടെ വിതരണം നൽകപ്പെടുന്നത്. പേര് വായിക്കുന്ന കുട്ടികൾ ഇവർ സദസ്സിനെ അവിടെ ഇരിക്കണം. നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ വേഗം തന്നെ അവിടത്തേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. പതാക വരക്കൽ 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ഹന്ന മറിയം വാഴ്ത്താൻ പോയി. അതേപോലെ തന്നെ പതാക വരക്കൽ 2ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് മിഥിലാജ് മുളമ്പറ്റ. 3ാം ക്ലാസ്സിൽ പതാക വരക്കൽ ഫസ്റ്റ് പ്രൈസ് റസൽ അമാൻ മാണിക്കോട്ട്. 4ാം ക്ലാസ്സിൽ കാബ വരക്കലായിരുന്നു, അതിൽ ഫസ്റ്റ് കിട്ടിയത് നസ്ല മഹറിൻ മൂടമ്പറ്റ. 5ാം ക്ലാസ്സിൽ കാബ വരക്കൽ ഫസ്റ്റ് പ്രൈസ് മറിയം ഷബവ യൂസഫ് ചീരോളി. അതേപോലെ തന്നെ 2024 മുഅല്ലിമിന്റെ മത്സര വിജയികൾ. ക്ലാസ് 1ാം ക്ലാസ്സിൽ അറബി കയ്യെഴുത്ത് ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് ഇഷ്റുൽ ഹാഫി വാർത്താൻപൊയിൽ. 2ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് അറബി കയ്യെഴുത്ത് നഹ്സാൻ ഷുക്കൂർ നാമത്ത്. 3ാം ക്ലാസ് ഖിറാഅത്ത് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നഫ്ല നൗഫൽ കോങ്ങോളിൽ. 4ാം ക്ലാസ്സിൽ ഹിഫ്ള് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ആയിഷ കേടിക്ക്. 5ാം ക്ലാസ്സിൽ ഹിഫ്ള് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് മുബീന ചെറിയ അലാഗോ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച, സാമ്പത്തികമായും ശാരീരികമായും എല്ലാം സഹകരിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ മഹൽ ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ പ്രവാസി സുഹൃത്തുക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും അതിന് തക്കതായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി മനസ്സാവാച കർമ്മണാരൊക്കെ സാധിച്ചു അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി. അള്ളാഹു നമ്മുടെ ദുനിയാവിൽ വിഫലമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഫضل നൽകി നമ്മുടെ ഈ ലോകം രക്ഷപ്പെട്ടുമാർക്കും എന്ന് മാത്രം പറഞ്ഞ എല്ലാവർക്കും എല്ലാ ആശംസകളും. ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ലോകത്തുള്ള സകല വസ്തുക്കളുടെയും പ്രാർത്ഥനയുണ്ട് എന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയും ഇല്ലാത്തവയും പച്ചയായതും ഉണങ്ങിയതുമായ, അതുപോലെ കടലിലും കടലിലുമുള്ള സകല ജീവികളും ജീവജാലങ്ങളും ഈ ഇൽമുമായി ബന്ധപ്പെടുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർ സദാസമയം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഭാഗത്തിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മളെ വരവും പോക്കും ഇതിനുവേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങളും അതിന് നീയത്തിൽ നന്നാക്കി മദ്രസയിലേക്ക് വരുമ്പോൾ തന്നെ ഇൽമിനെ ഹയാത്താക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ നിലനിൽപ്പ്, അങ്ങനെ അതിന് വേണ്ടിയാണ് ഈ മദ്രസയിലേക്ക് വരുന്ന നല്ലൊരു നീയത്തോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിഭാഗത്തോടെ മാറുകയാണ്. ഒരാൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, സന്തോഷിക്കേണ്ട 2 ദിവസമാണ് വിശുദ്ധ ഇസ്ലാം സംവിധാനിച്ചത്. അത് 2 പെരുന്നാളുകളാണ്. പിന്നീടുള്ളത് ഇങ്ങനെയുള്ള ചില സംരംഭങ്ങളുമാണ്. ഏതായാലും ഒരു നാട്ടിലെ പരിശുദ്ധമായ ഇസ്ലാം പച്ചയായി പഠിപ്പിക്കുന്ന ഒരു സംരംഭമാണ് മദ്രസ എന്നുള്ളത്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതുപോലെ ദീൻ ശരിയായ രീതിയിൽ നമ്മൾ വലിയ ഉപരിപഠനത്തിന് ദർസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉസ്താദ്മാരോടൊക്കെ അന്വേഷിച്ചാൽ അറിയാം, ശരിക്കും വിശുദ്ധ ഖുർആൻ ശരിക്കും പാരായണം അതിൻ്റെ എല്ലാ രീതിയും പഠിപ്പിക്കുന്നത്
അതിൻ്റെ വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപരിപഠന ദർസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ശരിയായ ഖുർആൻ പാരായണ രീതി എത്ര പഠിച്ചു വരുന്ന ഒരു പണ്ഡിതനാണെങ്കിൽ അയാൾ ശരിക്കും അതിൻ്റെ ബേസിക്കായിട്ട് അദ്ദേഹം പഠിച്ചിരിക്കുന്നത് ഈ മദ്രസ സംവിധാനത്തിലൂടെയാണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധമായ ഇസ്ലാം, വിശുദ്ധമായ ദീൻ, അതിൻ്റെ പഠിപ്പിക്കുന്ന രീതി കാലത്തിനനുസരിച്ച് കാലപരിഷ്കരണങ്ങൾ എക്കാലം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഒരു പരിഷ്കരണ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഏതായാലും ഈ വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന മദ്രസയിൽ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും സംവിധാനിച്ച നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ പ്രവാസികൾ, നാട്ടിലെ എല്ലാ സഹോദരി സഹോദരന്മാർ, മറ്റെല്ലാ സഹായികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താമര
കളിക്കുന്നു പരിഹാരം മരടുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു മനമൊഴിച്ചുറവേ മുത്തിൻ വജ്രപതലത്തിടുന്നേ കൽവിൽ പെരുത്ത മുഖപതലെ ഒരു തരവാഴ്ത്തി അൽഹംദിനുടയോനേ റഹ്മാനേ അഹദിന്റെ നൂറായി പതിമക്ക് തുടിക്കുന്നു നബിമുഖം പിറക്കുന്നു മജവിന്റെ ഓളിവായി പരിവായി ചലിക്കുന്നു പരിഹരം മലിടുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രുചിച്ചു കൊതിച്ചു സുരിച്ചു മനമുഴുതുറവേ بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق واسق إذا أخوه من شر النفاثات من عقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من الناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام الذي يوفي نعمه ويكفر مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد صلاة نجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفرنا بها من الخطيئات وتقبلنا بها من الحاجات ترفعنا بها عندك على درجات. നേരത്തെ കുഞ്ഞുമാഷ് പറഞ്ഞത് പ്രകാരം ഇവിടെ ദർസ് സമ്പ്രദായം രക്ഷിതാക്കൾ ഒന്ന് പരിശ്രമിച്ചാലേ ഇവിടെ വിജയിക്കൂ എന്ന് വളരെ അടിവരയിട്ട് പറയുകയാണ്. വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചാലേ മക്കൾ ഇവിടെ എത്തൂ. അതുകൊണ്ട് ആ കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പവിത്രമായ ഈ മദ്രസ എനിക്ക് തോന്നുന്ന പരിശുദ്ധമായ റമദാൻ മാസം 20-നാ തോന്നുന്ന സ്റ്റാർട്ടായി. ഇതിന്റെ പ്രവർത്തകരായ ഉത്സുകരായ ചുണക്കുട്ടികളുടെ മുൻകൈ എടുത്തതുകൊണ്ട് അതേപോലെ തന്നെ എല്ലാവരുടെ സഹായ സഹകരണം കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ വലിയൊരു മദ്രസ ഈ രൂപത്തിൽ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിന് എങ്ങനെ അവരോട് നന്ദി പറയണമെന്ന് വാക്കില്ല. വളരെ സന്തോഷമുണ്ട്, മനസ്സിന്റെ അടിത്തറ വളരെ വേദനയുമുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്കാണ് അവരിവിടുന്ന് തിരിഞ്ഞു പോയത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മുടെ സ്ഥാപനത്തിന്റെ കേരളത്തിലെ മക്കളും അതേപോലെ തന്നെ ഞാൻ ഡിമ്മിലിട്ടിരുന്നു. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ രാത്രി 12 മണിക്ക് ഇടപെടാനുള്ള കാരണം. ഇതെല്ലാം നമ്മൾ ദൂരെ തന്നെ വീക്ഷിക്കുകയാണ്. ഇവിടുത്തെ നല്ലവരായ ചെറുപ്പക്കാരുടെയും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞമ്മദ് മാഷ് ഇപ്പോൾ 75 വയസ്സുണ്ടെങ്കിലും കുഞ്ഞമ്മദ് മാഷ് നമ്മുടെ ഈ മദ്രസ എത്ര പ്രയാസമുണ്ട് ഈ സ്റ്റെപ്പ് കയറി വരാൻ എല്ലാം കയറി വന്ന് വളരെ നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് ഇന്നലെ എന്നോട് പറഞ്ഞത് ബൾബ് ഷോർട്ടാണ്, ആ ബൾബ് വാങ്ങണമെന്ന് പറഞ്ഞു. അതുവരെ നോക്കി മനസ്സിലാക്കുന്ന നല്ല ചെറുക്കുള്ള ചെറുപ്പക്കാരൻ തന്നെ പറയാം മാഷെ കുറിച്ച്. കാരണം ഇത്രയും പ്രായമുള്ളവര് ആളുകൾ വീട്ടിലിരിക്കുക എന്നല്ലാതെ ഈ രൂപത്തിലുള്ള സംവിധാനത്തിലേക്ക് വന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശേഷി കൊടുത്തതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുനാശൻ നല്ല ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഉത്സുകരായ പ്രവർത്തകർ എന്ത് പറഞ്ഞാലും നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാ നിലക്കുമുള്ള സേവനങ്ങൾ വളരെ നന്നായി ഉഷാറായി ചെയ്യുന്നവരാണ് ഇവിടുത്തെ നാട്ടുകാർ. ഞാനല്ല പറയുന്നത്, ഇവിടെ വന്ന് പോകുന്ന ഓരോ ഉസ്താദുമാരും കഴിഞ്ഞ പ്രാവശ്യം 100 ഉസ്താദുമാർ ഇവിടെ വന്നുപോയി. അവരെല്ലാവരും ഏകാശ്വരത്തിൽ വിളക്കോട്ടൂർ എന്ന ഈ നാട്ടുകാരെ മഹിമമാരായാണ് പറയാറുള്ളത്.